എന്തിട്ട് പരിപാടി? അങ്ങനെ പഞ്ചാബ് ലക്ഷ്യം വെച്ചിട്ട് ഇന്നത്തെ യാത്ര തുടങ്ങാണ്. അപ്പോൾ വഴിയിലുള്ള കാഴ്ചകളും നല്ല നല്ല അനുഭവങ്ങളൊക്കെ കാണാം. ഏതുമുണ്ട് ഇറങ്ങാണ്. ഇന്നത്തെ സ്റ്റാർട്ടിങ് കിലോമീറ്റർ എന്ന് പറയുന്നത് 6.5 അതാണ് ഇന്നത്തെ സ്റ്റാർട്ടിങ് കിലോമീറ്റർ കേട്ടോ. കയ്യിൽ ഇനി ഉള്ള പൈസ എന്ന് പറയുന്നത് ഒരു മിനിറ്റ് 4,791 രൂപ കേട്ടോ ഇനി കയ്യിലുള്ള. അത് തീരണ വരെ നമുക്ക് എവിടെ വരെ സഞ്ചരിക്കാൻ പറ്റും നോക്കാം. 174 കിലോമീറ്റർ കേട്ടോ ഇനി വിജയപുരയ്ക്ക് ഗൂഗിൾ മാപ്പിൽ കാണിക്കണേ. അപ്പോൾ ഗൂഗിൾ മാപ്പിലെ കിലോമീറ്ററും ബൈക്കിൻ്റെ അതിൽ കാണിക്കണം മീറ്ററിൽ കാണിക്കുന്ന കിലോമീറ്ററും കറക്റ്റാണെന്ന് നോക്കണം. അപ്പോൾ അതാണ്ട് കിലോമീറ്റർ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇറങ്ങാൻ നോക്കട്ടെ. എന്തായാലും സമയം കളയാനില്ല. ഇന്നലെ നേരെ വൈകില്ല ഇറങ്ങിയ പെട്ടയ്ക്ക് നല്ല പിന്നെ തണുപ്പുണ്ട് കേട്ടോ. നേരത്തെ ഇറങ്ങിക്കണേ. ഇന്ന് 8 മണിക്ക് ഇറങ്ങി. 8:08 ഒന്ന് കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ നോക്കണം. കുളിച്ചാൽ ഡ്രസ്സ് ഉണങ്ങില്ലാന്നേ, അത് ഏറ്റവും വലിയ കുഴപ്പം. ഡ്രസ്സ് ഉണങ്ങണമല്ല എങ്ങനെയും. അവിടെ നിന്ന് പോകുന്ന ചെറിയ സിറ്റി പോലെ സ്ഥലത്തിട്ടാ ഗുണ്ടാക്കിയോ ഗുണ്ടാക്കിയോണ്ടല്ല കയ്യിൽ കത്തി വെച്ചിട്ട് ആ കാണുന്നിട്ടാ പറയോ മാതള നാരങ്ങയുടെ തോട്ടാട്ടോ. മാതള നാരങ്ങയുടെ തോട്ടം അത് മൂടിയിട്ടാന്താ വെള്ളം എന്തോ ഷീറ്റൊക്കെ മൂടിയിട്ടാന്താ കാണുന്നത്. കണ്ണ് തട്ടാണ്ടിക്കാൻ വേണ്ടി എന്തൊരു സാധനം വെച്ചിട്ടില്ല. എന്തോ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് കണ്ണ് തട്ടാണ്ടിക്കാൻ വേണ്ടി. ഇങ്ങോട്ട് വരുംതോറും കൃഷി രീതികളൊക്കെ മാറി തുടങ്ങിയിട്ടാ. അപ്പുറത്ത് നെല്ലും ചോളം കരിമ്പ് അങ്ങനത്തെ സെറ്റപ്പ് ആണെങ്കിൽ ഇവിടേക്ക് മാതള നാരങ്ങയായി. ഇനി എന്തിട്ടൊക്കെ ഉണ്ടാവോ? ഇന്നും ഇവിടെ ഒരു തണുത്ത കാലാവസ്ഥയാടാ. എൻ്റെ മോനെ ഇന്നലെ രാത്രി തണുപ്പെന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. എന്നത്തെ പോലെ തന്നെ ഇന്നും തണുപ്പൊക്കെ കൊണ്ട് കിടന്നു. അല്ലാണ്ട് പറ്റിയ കാണുന്നട്ടാ ഇവിടുത്തെ മുടി വെട്ടടാ. ഭയങ്കര ചെറിയ കട അല്ലേ, അടിപൊളി. ഒരു ധാബ കാണുന്നുണ്ടാ. കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ കുളിക്കാം കാലത്ത് തന്നെ. ഓ കുളിക്കാനുള്ളത് കാണാനില്ലല്ലോ, ചെറിയ ടാങ്കുള്ളൂ. അയ്യോ വീണാൻ്റെ. ഗ്രൗണ്ടൊക്കെ വലിയ ഗ്രൗണ്ടാ, കാണുമ്പോൾ വലിപ്പമുള്ളതാ. പക്ഷെ കുളിക്കാനുള്ള ഒരു സെറ്റപ്പ് കാണാനില്ലല്ലോ. വലിയ കുളിക്കാനുള്ള സെറ്റപ്പില്ല. മുന്നോട്ട് പോയി നോക്കാം. മുന്നോട്ട് കടകളുണ്ടോ? നമ്മുടെ ഒക്കെ അങ്ങനത്തെ കടകളൊന്നും ഇല്ല. ഭയങ്കര ചെറിയ കട, പക്ഷെ നല്ലൊരു ആംബിയൻസ് ആണോ കടകൾ കാണും കേട്ടോ. ജോലി ആംബിയൻസ്. കാലത്തന്നെ ഒരു കാലിച്ചായ കുടിക്കാൻ എന്നിട്ട് ഭക്ഷണം കഴിക്കാം. ഒരു ആംബിയൻസ് ഉള്ള കടയിൽ ഞാൻ കാലിച്ചായ കുടിക്കാറുണ്ട്. കുഞ്ഞു കടകൾ. എന്തോ ഒരു ഫാക്ടറി ആണോ അതാ കാണാൻ. എനിക്ക് തോന്നുന്നു കാറ്റാടിയുടെ ലീഫ് ഉണ്ടാക്കുന്ന ഫാക്ടറി തോന്നണേ. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളവിടെ കിടക്കണ്ടായിരിക്കും. ഈ വഴിക്ക് ഫുള്ളും കമ്പനികളാട്ടോ. ഓരോരോ കമ്പനികളുണ്ട്. സിമെന്റ് ഫാക്ടറി ആയിട്ടും ഇങ്ങനെ കാറ്റാടിയുടെ ഇതൊക്കെ ആയിട്ടും കുറേ ഫാക്ടറികൾ ഇവിടെ ഉണ്ട്. കേട്ടാ അവിടെ കിടക്കണുണ്ടോ ഈ സാധനം കിടക്കണുണ്ടോ? ഇത് കാറ്റാടിയുടെ തോന്നണം. ആ കിടക്കണുണ്ടോ? ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കാറ്റാടിയുടെ ലീഫായിട്ടാ തോന്നണേ. കണ്ടിട്ട് അതിന്റെ ബാക്കി പകുതി ഇങ്ങനെ പിടിപ്പിച്ച് വരേലുള്ളൂ. ഇത് കണ്ടാ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ട്ടാ. കണ്ടാ പറയോ ഇതൊരു ഫോറസ്റ്റ് ഏരിയാന്ന്. ഇതേ നമ്മുടെ ബോർഡ് വെച്ചിട്ടുണ്ട് കരടിയുടെ ഫോട്ടോ. ഡ്രൈവ് സ്ലോ ഇൻ ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട്. ബാക്കി ഇതൊക്കെ എന്തൊക്കെ കന്നഡയിൽ എഴുതിയാണ് നമുക്കറിയില്ലല്ലോ. ഫുള്ള് കൃഷി ചെയ്തേക്കണം ഫോറസ്റ്റില്. ഇങ്ങനത്തെ ഫോറസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വന്ന സമയത്തേ നെല്ലുണ്ടായി കിടക്കുന്നുണ്ട്. അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാ. ബൈക്കാണ് മുകളിൽ വെച്ചു. ഇപ്പൊ ഒരു വീഡിയോ എടുക്കാലോ. ഇപ്പൊ വീണനെ. ആഹാ എന്തിട്ടാ ഭംഗിയില്ലേ. വലിയ പാടൊന്നുമില്ല, ചെറിയൊരു പാടം. പക്ഷെ ഒരു വീഡിയോക്ക് ഇതൊക്കെ മതിയില്ല. എന്തിട്ട രസം. നെല്ലുണ്ടായി കിടക്കണ. എനിക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമാടാ. പച്ചപ്പൊക്കെ കാണുമ്പോൾ ഞാൻ നിർത്തി ഇങ്ങനെ എടുക്കാറുണ്ട്. നമ്മുടെ അവിടെ ഒന്നും ഇത് കാണാൻ കിട്ടില്ല, അതുകൊണ്ട് എടുക്കണ്ട. ഇവിടുത്തെ ഫ്രൂട്ട്സ് കടയാണ് കാണണേ. അടുത്ത മുടി വിട്ടുവിടാ. കാണുന്ന മുടി വിട്ടുവിടാ. ഫ്രൂട്ട്സ് കട. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എത്ര ഉണ്ടാവും കേട്ടോ. ശരിക്കും ഗ്രാമത്തിൽ ജീവിക്കാൻ അടിപൊളി. എല്ലാ കൃഷി കാര്യങ്ങളൊക്കെ അവരവർ ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട്. നടന്നവരെ പുള്ളിക്കാരാണോ ആ പുല്ലും കെട്ട് കാണുമ്പോ വെയിറ്റിലാന്ന് വിചാരിക്കുന്നുണ്ടോ. ഇതൊക്കത്തെ വെയിറ്റാ. ഒരു ചുള്ളാൻ്റെ അടുത്ത് പൊക്കി കൊടുക്കാൻ പറ്റും. ഞാൻ നോക്കിട്ട് പൊങ്ങണ്ട. ആ വന്നിട്ട് ഒരു കണക്കിന് ഞാൻ പൊക്കി കൊടുത്തു. ഒരാൾ സിമ്പിളായിട്ട് തലയിൽ വെച്ചോണ്ടായി. എന്റെ പോലു നല്ല വെയിറ്റ് ഉണ്ടത്. എന്താ കാഴ്ചകളൊന്നും ഇല്ലല്ലോ ആ കാലത്ത് തന്നെ ഇറങ്ങിയിട്ട്.
ചെറിയ പച്ചപ്പിലോ ഒതുങ്ങിയിരുന്ന് വരണ വഴിക്ക് ഒരു ദാബ കിട്ടിയടാ. ഈ ദാബന്ന് ഫുഡ് അടിച്ച് കുളിക്കാൻ വെച്ചു. ഈ ദാബ ഇവിടെ വാട്ടർ ടാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ വാട്ടർ ടാങ്കിൽ നിന്ന് കുളിക്കാന്ന് വിചാരിച്ചു. കുളിച്ചിട്ട് പോവാം. ഡ്രസ്സ് എന്തായാലും അലക്കള്ള. ഡ്രസ്സ് അലക്കി കഴിഞ്ഞാൽ ഉണങ്ങില്ലെന്ന്. അതിനുള്ള ക്ലൈമറ്റ് പോരാ. സമയം 10 മണിയുണ്ട്. അങ്ങനെ കുളി കഴിഞ്ഞു. 2 ദിവസമായി കുളിച്ചിട്ട്. ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തതാ. അപ്പൊ ഇവിടെ കുളിച്ചു. ഫുഡൊന്നും ആയിട്ടില്ല. ഒരു കാലി ചായ കുടിച്ചു. ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ് ഫുഡൊക്കെ കഴിക്കാൻ വെച്ചിട്ട്. ഫോണൊന്ന് ചാർജിൽ വെച്ചു. ഫോൺ പെട്ടെന്ന് ചാർജ് ഇറങ്ങി പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചാർജിലൊക്കെ തോർത്തുകൊണ്ട് ഉണങ്ങാൻ വെച്ചേക്കാണ്. ഡ്രസ്സ് അലക്കിയില്ല. ഡ്രസ്സ് അലക്കി കഴിഞ്ഞാൽ ഉണങ്ങില്ല. ഇവിടെ കാലാവസ്ഥ ഭയങ്കര മോശം. തണുപ്പാണ് കാലാവസ്ഥ. കാറ്റും മഞ്ഞൊക്കെയാണ് ഇവിടെ കാലാവസ്ഥ. ടാങ്കിൽ നിന്ന് വെള്ളമെടുത്താൽ കുളിച്ചത്. അവിടെയാണ് എല്ലാവരും കുളിക്കണേ. അവിടെ നിന്ന് കുളിച്ചത്. ദാബയിലൊക്കെ ഇങ്ങനത്തെ ടാങ്കുകൾ കെട്ടിയിട്ടുണ്ടാവും കുളിക്കാനായിട്ട്. അതേ വണ്ടിക്കാരൊക്കെ വന്ന് നിർത്തിയുണ്ട്. കുളിയും ഫുഡടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ ബാഗൊക്കെ അവിടെ വെച്ചു. അത് ദാബയിൽ വെച്ചു. വീഡിയോ എടുക്കണപ്പോ ഭായിമാര് വന്നിട്ട് അവരെ ദാബയുടെ വീഡിയോ എടുക്കാൻ പറയാണ്. അവരുടെ വീഡിയോ ആള് ചുള്ളനായിട്ടൊക്കെ വന്ന് ഷോർട്ട് എടുത്തിട്ടേ. അവരെ 2 ഷോട്ടൊക്കെ എടുത്തിട്ടേ. ഷോർട്ട് വീഡിയോ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അവരുടെ വീഡിയോ. ഇതാണ് അവരുടെ ദാബ. ആണ്ടാ ഈ ദാബയില ചായ പിടിക്കാൻ നിർത്തിയ. ഫുഡായിട്ടില്ല, ചായ പിടിക്കാൻ നിർത്തിയതാ. ആളാണ് ഉണർന്നോണ്ടിട്ടാ. അവന്റെ വീഡിയോ എടുക്കാൻ വേണ്ട. അത് പുള്ളി കഴിഞ്ഞോടാ. സമയം ഏകദേശം ഒരു 11 കാലായി. അപ്പൊ ഇവിടത്തെ ഭായിമാർക്ക് കടയിൽ പോകാൻ ബൈക്കില്ല. അപ്പൊ നമ്മളൊന്ന് കടയിലാക്കാൻ വെച്ചു. ഒരു ഹെൽപ്പ്. അപ്പൊ കടയിലൊന്ന് കൊണ്ടാക്കാം. എന്തായാലും ദൂരം ഉണ്ടാവും. നല്ല ദൂരം തോന്നുന്നുണ്ട് കടയിലേക്ക്. ഇവിടെ അടുത്തൊന്നും കട കാണാനില്ല. ഉപകാരം ചെയ്യാൻ വലിയാവുന്ന തോന്നണ. എന്തായാലും അവരെ താപയിലുള്ള ഫോണൊക്കെ ചാർജിൽ വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം. ഇവിടെ ലെഫ്റ്റാ. ഇവിടുന്ന് ലെഫ്റ്റ് എന്ന് പറഞ്ഞ അങ്ങനെ ചുള്ളം കടയിൽ പോയിട്ടുണ്ട്. പുറത്തേക്കാം. അവര് നോക്കണം. ചെറിയൊരു ഉൾഗ്രാമം. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ അനുഭവങ്ങളാട്ടാ യാത്രയിൽ കിട്ടണേ. അവൻ കുറേ നേരമായി പോയിട്ട് ഇഷ്ടംപോലെ സാധനം ഉണ്ട് തോന്നുന്നുണ്ട്. പെട്ടോ സഹായിച്ചത് പണിയായില്ല. അങ്ങനെ അവൻ സാധനങ്ങളൊക്കെ മേടിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇവനെ താപയിലാക്കിയിട്ട് വേണം. എൻ്റെ ബാഗൊക്കെ അവിടെ ഇരിക്കുക. ഇവനെ താപയിലാക്കിയിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാനായിട്ട്. നേരം വൈകുന്നു. ഇന്നും നേരം വൈകി. അയ്യോ ഒന്നും പറയണ്ട. പക്ഷേ ഇതൊക്കെ രസമല്ലേ. കാറ്റാടി യന്ത്രം പിടിപ്പിക്കണുണ്ടോ? അതായത് ഇങ്ങനെയായിട്ട് പിടിപ്പിക്കണേ. എൻ്റെ മോനെ ക്രെയിൻ്റെ ഹൈറ്റ് നോക്കി. വലിയ ക്രെയിനത്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ. ഞാനും കണ്ടിട്ടില്ലേട്ടാ. ഞാൻ അത് ആദ്യമായിട്ട് കാണണം. അപ്പം നിങ്ങൾ കൂടി കണ്ടോട്ടെ വെച്ചു. പുള്ളി എന്തായാലും ഇവൻ്റെ ഒപ്പം വന്നത് വെറുതെ ആയില്ല. ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റിയില്ല. അങ്ങനെ അവനെ തിരിച്ച് ദാബയിലെത്തിച്ചു. ഞാൻ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണ്. ദാബ എന്തായാലും നമുക്ക് തെറിക്കാം. നമുക്കിനി കളയാൻ സമയമില്ല. ദാബയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കിട്ടിയൊരു വിഷയമാട്ടത്. എൻ്റെ മോനെ എന്തൊരു സഭയ്ക്ക് കാണാൻ. പുള്ളി അവര് ഹാപ്പി ആയി, ഞാൻ ഹാപ്പി ആയി. അങ്ങോട്ട് വന്ന് നിർത്തോളാന്ന് പറഞ്ഞ ബൈക്ക് ഞാൻ അവിടെ വെച്ചാണ്. അതാരെങ്കിലും കൊണ്ടുപോ. താക്കോലൊക്കെ അത് കിടക്കണേ. അതിങ്ങനെ ഉഴുത പോണേ. ഇനി അടുത്ത സ്ഥലത്തേക്ക് ഇത് ഇനി ഇവിടേക്കിനെ കയറും. അങ്ങനെ കറങ്ങി ഇറങ്ങണം. എത്ര പേര് ഉഴുതു. ഇതേ ഇവിടേക്ക് ഉഴുതു വരണവര് കറങ്ങി വന്നു. അവിടെ കറക്കി തന്നെ കാളനെ കറക്കി. ബോ പൊള്ളി വിഷല്. എന്നോട് പിടിച്ചോളാ പറയാട്ടോ. അത് പിടിച്ചു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഒരു കാളേനെ ഉഴുവണേ. അവരിപ്പോഴും അവിടെ നിൽക്കണ്ട്. കാളേനെ കൊണ്ട് അറ്റത്ത് കണ്ട ആ ചേച്ചി നിൽക്കണ എൻ്റെ അവിടെ. അവരവിടെ നിൽക്കണ്ട്. ഞാൻ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. എഡിറ്റിങ് കാര്യങ്ങളുണ്ടായിരുന്നു. അത് പോവാണ്. എൻ്റെ മോനെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ്. പൊള്ളി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്റെ പൊന്നെ ഒന്നും പറയല. ഇച്ചിരി പാടാട്ടാ. നല്ല പാട്. ഇച്ചിരിയല്ല, നല്ല പാടുണ്ട്. അതെന്റെ കറക്റ്റ് നേക്ക് അറിയണം. ഇന്നിപ്പോ നേരം വൈകി. ഇപ്പൊ സമയം എത്ര മണിയായി? 1 മണിയാവനെ പോണ്. ഇന്ന് നേരം വൈകിയപ്പ. അത് കുഴപ്പമില്ല. നല്ലൊരു വിഷയം കിട്ടില്ലേ. നല്ലൊരു കാഴ്ച കണ്ടോന്ന്. കാഴ്ചയല്ല, നല്ലൊരു അനുഭവം കിട്ടി ജീവിതത്തില്. ആദ്യത്തെ അനുഭവം അങ്ങനെ. ഇനിയപ്പോ ഇനി ഭക്ഷണം കഴിക്കണം. ഊട്ടാ കർണാടകയില് ഊട്ടാന്നാ പറയുന്ന ഭക്ഷണത്തെ കഴിക്കാം.
കടകളൊന്നും ആരും കാണാനില്ല. ചെറിയ ചെറിയൊരു സെൻട്രൽ വരുന്നുണ്ട്, പക്ഷെ അവിടെ നല്ല കടകൾ കാണാനില്ല. ഒരു താപമുണ്ട്, അവിടേക്കിട്ട് കയറാം. സമയം 1 മണിയായി, ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ എഗ് റൈസ് കഴിക്കാൻ വെച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴി കഴിഞ്ഞ് ഇറങ്ങിയിട്ടാ ഞാൻ. ഇന്നാണ് ഈ കുറച്ച് ഓടിയിട്ടുള്ളൂ, ആകെ 6 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇനി 154 കിലോമീറ്റർ ഓടി കിടക്കണ്ട ഓടാനായിട്ട്. കാളേനെ കൊഴുത് അവിടെ ഹാപ്പി ആയിട്ട് നടന്നു. കാളയുടെ പിന്നാലെ പോയത് കുഴപ്പമില്ല, അതാണ്ട് മനസ്സ് ഹാപ്പി ആയത്, സന്തോഷം. നമുക്കതാണല്ലോ വേണ്ടേ. ആളത് അതുമ്പോ ചാടിക്കാണോ വണ്ടി? പൊള്ളി സാധനം. ഏത് പോട്ട് ട്രാക്ടർ രക്ഷയില്ലാട്ടാ, പൊള്ളി സാധനം. ആളുടെ വണ്ടി ട്രാക്ടർ എന്റെ പോലെ പൊലി സാധനം. ഏത് പോട്ട് ബൈ. യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്. യൂട്യൂബ് ചാനൽ അടക്കിട്ടില്ല വണ്ടി, രക്ഷയില്ലാട്ടാ. ആളെ എന്നെ കണ്ടപ്പോ നിർത്തി. പൊള്ളി സാധനം. വണ്ടിയുടെ സാധനങ്ങൾ വിൽക്കണ കടയാട്ടാ, മോഡിഫിക്കേഷൻ. കേരളത്തിൽ വയ്ക്കാൻ പറ്റില്ല, കേരളത്തിൽ വെച്ചാൽ വീട് പിടിക്കും. ഒരു ടോളൊക്കെ ഇട്ടാ, ഏതാ ടോളൊന്നും അറിയില്ല. ഇനി ഇവിടെ നിന്ന് 129 കിലോമീറ്റർ പോകാൻ ഞാൻ കുറച്ച് ഓടി വന്നു. വരുന്ന കഴിക്കല് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും നടന്നില്ല. നേരത്തെ മരുഭൂമി വന്ന സ്ഥലമായിരുന്നു. മരുഭൂമിയല്ല, വലിയ കാഴ്ചകളൊന്നും ഇല്ലാത്തൊരു സ്ഥലം. ഇപ്പം മാറിപ്പോയനെ, അപ്പുറത്തോടെ കയറിപ്പോയനെ. ഇതാണ് ബൈക്കിന്റെ ട്രാക്ക്. നമ്മൾ നിയമം പാലിച്ചുകൊണ്ട് ഓടിക്കാൻ. നല്ല കാഴ്ചകൾ കഴിഞ്ഞോണ്ടില്ല വരൂലേ. സമയം 3 മണിയാണോ? കാഴ്ചകളൊന്നുമില്ല, അതേ കാറ്റാടിയൊക്കെ മാത്രമേ ഉള്ളൂ. അതിങ്ങനത്തെ റോഡാ, വലിയ കാഴ്ചകളൊന്നുമില്ല. ഇന്നത്തെ കാഴ്ചകൾ അവസാനിച്ചോ ഇല്ല, ഞാൻ തോന്നണേ. ഇന്നത്തെ കാഴ്ചകൾ അവസാനിച്ചു തോന്നണേ. ഹൈവേ തന്നെ പോണേ, ഹൈവേയിൽ കാഴ്ചകളൊന്നുമില്ല. ആകെയുള്ളത് കാറ്റാടി മാത്രമാണ്. ഏതോ വലിയൊരു ഹൈവേയിൽ കയറിയിട്ടോ. ഇനി വിജയപുരയ്ക്ക് 100 കിലോമീറ്റർ ഓടിക്കും. അല്ലേ ഹൈവേ കട പോയപ്പോ ഒരു കാഴ്ച കണ്ടു, ഒരു മുളകും തോട്ടം. ചുമ്മാ നിർത്തി ഒരു വീഡിയോ എടുക്കാൻ വെച്ചു. ഇത്ര നേരമായിട്ട് കിട്ടിയതാ, ഇപ്പാണ് ഒരു കാഴ്ച ഇടുന്നേ. ഇതാണോ മുളകുണ്ടാക്കി കിടക്കണണ്ടാ? എന്തിട്ടില് മുളകാൻ നോക്കി. അമ്പൂ, ഇതിന്റെ കടക്ക് സബോള ഇട്ടുണ്ട് കേട്ടോ. ഈ മുളക് തൈയുടെ കടക്കൊക്കെ സബോള ഇട്ടുണ്ട്. അപ്പുറത്തൊക്കെ ഇട്ടുണ്ട്. എന്തിനാണോ സബോള ഇടാണ്? മുളകുണ്ടായി കിടക്കണണ്ടാ. പപ്പരിക്കുണ്ട്, ആളുടെ തോട്ടം കണ്ടാ തോന്നണേ. ഒമ്പോ എന്നിട്ട് വിഷയം നോക്കി. എക്കടാ ഇങ്ങട് എക്കടാ. ആള് നമ്മളോട് എങ്ങടെ പോണെന്ന് വെച്ചാട്ടാ. ഞാൻ ഒരു പഞ്ചാബിക്ക് പോണെന്ന് പറഞ്ഞു. അപ്പൊ വീഡിയോ കണ്ടപ്പോ ആള് വന്നതാ. അപ്പൊ ആള് പറഞ്ഞ വീഡിയോ ഒക്കെ എടുത്താൽ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. ഏത് മൂട് ഇവിടുത്തുകാര് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലാട്ടാ. വീഡിയോ എടുക്കണേനൊന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അവരെ പറമ്പില് അവർ പറഞ്ഞാൽ മതി. ആളുടെ തോട്ടം. അപ്പൊ ആള് കുഴപ്പമൊന്നുമില്ല, വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. ആളറ്റത്ത് ഇരിക്കായിരുന്നു. അപ്പൊ ആളെന്നെ കണ്ടപ്പോ ഇങ്ങോട്ട് വന്നതാ. എന്തായാലും അടിപൊളി സ്ഥലട്ടാ, നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ്, കാണാനൊക്കെ നല്ല രസമുണ്ട്. ആള് നല്ലൊരു മനുഷ്യനായിരുന്നട്ടാ. ആള് വീഡിയോ ഒക്കെ എടുത്തോളാൻ പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇവിടുത്തെ കൊണ്ട് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാ. ആളെന്നോട് കന്നഡ അറിയാതെ, അവർക്ക് കന്നഡ അറിയില്ലെന്ന് പറഞ്ഞു. ഒരു ഭാഷ അറിയാട്ടത് നമ്മള് പോളെ കന്നഡ. എന്റെ പോലെ ഇപ്പൊ ജ്യോതിരസം കാണാൻ പുള്ളി ഏകദേശം മഹാരാഷ്ട്ര പറയുന്നുണ്ടാ. അപ്പൊ അതിനൊട്ടുക്കുന്ന നീളം എത്ര കിലോമീറ്ററിനോ നീളം കഴിഞ്ഞിട്ടില്ലേട്ടാ. ഈ നീളാ പള്ളി. ഡബിൾ ട്രെയിലർ പോണു. 2 ട്രെയിലർ. അത് ട്രാക്ടർ ബാക്കിൽ 2 ട്രെയിലർ കണ്ട. കരിമ്പ് കയറ്റി പോണതാ, കരിമ്പ്. ഇന്ന് കിടക്കാൻ സ്ഥലം കേട്ടാ ഇച്ചിരി പാടായിരുന്നു. പമ്പിലൊന്നും അവർ സമ്മതിച്ചില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. കണ്ട് ഇഷ്ടപ്പെട്ട ഞാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഇഷ്ടപ്പെട്ടില്ല ഒന്നും ചെയ്യണ്ട. ഏത് മൂട്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാടാ.